എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 5-ആണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഒരു നല്ല ദിവസം. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമുക്കറിയാം, ഒരുപാട് സ്കൂളുകളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ നടുകയൊക്കെ ചെയ്യുന്നവരാണ്. കഴിഞ്ഞ വർഷവും ഈ പരിസ്ഥിതി ദിനം വന്നിരുന്നു, അത് പിന്നീട് പോയി. അന്ന് നമ്മൾ ഒരുപാട് വൃക്ഷത്തൈകൾ നട്ടതാണ്. പക്ഷേ ആ വൃക്ഷത്തൈകളുടെ അവസ്ഥ എന്താണെന്ന് നമ്മളാരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ എല്ലാം തയ്യാറാക്കി വെക്കും. ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മളൊരല്പം പുറത്തോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവയൊന്നും നമ്മൾ ചിന്തിക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. അതുപോലെയാണ് ഈ പരിസ്ഥിതി ദിനം നമുക്കൊരു പാഠവും കൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പരിസ്ഥിതി എന്നും നന്നായി ഇരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിൻ്റെ പരിസരം നന്നാവണം എന്നുള്ളതാണ്. ഒരു പരിസരം നന്നാവണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ടത് പരസ്പരം നമ്മൾ സ്നേഹത്തോടു കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം. നമുക്കറിയാം, ഇന്ന് എല്ലാവരും ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യമാണ്, ഇന്ന് നമ്മളൊരു വസ്തു മേടിച്ചാൽ ആദ്യം ചെയ്യുന്നത് അതിനൊരു മതിൽ കെട്ടുകയാണ്. മതിൽ കെട്ടി ഒരു പോച്ച പോലും കിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തറയിൽ നമ്മൾ ടാർപ്പ വിരിച്ച് അതിൻ്റെ മുകളിൽ എംസാൻഡൊക്കെ അല്ലെങ്കിൽ മെറ്റിലൊക്കെ നിരത്തി ഇൻ്റർലോക്കൊക്കെ ഇട്ട് നമ്മളൊക്കെ നിൽക്കുന്നവരാണ്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കാറുമില്ല. അതുകൊണ്ടുള്ള അവസ്ഥയും നമ്മളുടെ ജീവിതത്തിലും അതുതന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വസ്ഥമായി ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തവരായി നമ്മൾ ഓരോരുത്തരും മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ പരമാർത്ഥം. എന്താണോ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫലം നമ്മളിലും കൂടി ഉണ്ടാകുമെന്നുള്ള ബോധം ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കുണ്ടാകണം. ഒരു നല്ല പോച്ച കിളിക്കാൻ നമ്മൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഒരു നല്ല വൃക്ഷം നന്നായി വളരാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിസരങ്ങൾ നന്നായി മാറപ്പെടുവാൻ നമുക്ക് സാധിക്കപ്പെടണം. അതിനെപ്പോഴും പരിസരം എപ്പോഴും വൃത്തിയും ശുദ്ധിയും ശുചിത്വവുമുള്ളതായി മാറപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. ആ പരിസരം നന്നായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ പരിസ്ഥിതിയെയും നമുക്കതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് അർത്ഥമുള്ളതാണ് എങ്കിൽ അവയുടെ പരമാർത്ഥത്തെ ഉൾക്കൊള്ളുവാൻ മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതുപോലെ നമ്മളുടെ പരസ്പരം നമ്മൾ സ്നേഹത്തോടെ പെരുമാറി കഴിയുമ്പോൾ നമ്മളുടെ പരിസരം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം, നല്ലതായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കും. ഈ പരിസരം നന്നാവണമെന്ന് ഞാൻ മറ്റൊരാളോട് പറയുമ്പോൾ ഞങ്ങൾ പരസ്പരം സ്നേഹത്തോട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പരസ്പരം അത് വൃത്തിയാക്കാൻ ഞങ്ങൾ തയ്യാറാകുകയുള്ളൂ. അങ്ങനെ പരിസരം നന്നായി കഴിയുമ്പോൾ നമ്മളുടെ പരിസ്ഥിതിയും നന്നായി വരും. അതാകണം നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയും പ്രവൃത്തിയും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഒരുപാട് വൃക്ഷത്തൈകൾ നട്ടതുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല. ഇപ്പോൾ ഇന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരുപാട് വൃക്ഷത്തൈകൾ നമ്മളിന്ന് നടും. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒരു സെൽഫി എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ നട്ട വൃക്ഷത്തൈയുടെ അടുക്കൽ ചെന്ന് നിന്ന് ഇതാണ് ഞാൻ കഴിഞ്ഞ വർഷം നട്ടത്, അത് ഈ തരത്തിൽ വരെ ഇത്രത്തോളമായി എന്ന് പറയുവാനുള്ള ഒരു ബോധം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാലാനുസൃതമായി അത് വളർത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു കർമ്മമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ പുണ്യമാർന്ന ദിവസത്തിൽ സാധിക്കപ്പെടട്ടെ. ഒരു പരിസ്ഥിതി നന്നാകണമെങ്കിൽ പരിസരം നന്നാകണം, ആ പരിസരം നന്നാകണമെങ്കിൽ പരസ്പരം നമ്മൾ നന്നാകണം. അങ്ങനെ ഓരോരുത്തരുടെയും മാറ്റങ്ങൾ, ഈ പരിസ്ഥിതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. കാരണം ഭഗവാൻ തൻ്റെ വായ്ക്കുള്ളിൽ ഈ ഭൂലോകത്തെ മുഴുവൻ കാണിച്ചതുപോലെ അവ നമ്മളിലും ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു നല്ല ആശംസ നേരുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.